നമ്മുടെ ആ ബോർഡിൻ്റെ കവർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഡിസ്പ്ലേ അതുപോലെ തന്നെ പ്രഷർ സെൻസർ ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഡ്രൈവ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ കുറച്ച് വയറുകളുണ്ട്. അത് ഏതൊക്കെ വയറുകളാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ആദ്യം 2 വൈറ്റ് വയറുണ്ട്. അത് ഡോർ സ്വിച്ചിലേക്ക് പോകുന്ന വയറാണ്. പിന്നീട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു നീല 2 നീലയും നടുക്കൊരു ബ്ലാക്കും കൂടെ ഒരു വയർ കാണാൻ സാധിക്കും. അത് പ്രഷർ സെൻസറിലേക്കുള്ള വയറാണ്. ഈ കാണുന്ന ഈ ഒരു സെൻസറിലേക്ക് കൊടുക്കുന്ന വയറാണ്. ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന സെൻസറാണത്. പിന്നീട് ഇവിടെ ഒരു റെഡ് അതുപോലെ തന്നെ യെല്ലോ എന്നിങ്ങനെ 2 വയർ കാണാൻ സാധിക്കും. അത് മോട്ടറിലേക്ക് പോകുന്നതാണ്. നമ്മുടെ വാഷ് സ്പിന്നൊക്കെ വർക്ക് ചെയ്യുന്ന മോട്ടറിലേക്ക് കൊടുക്കുന്ന റൈറ്റ് ലെഫ്റ്റൊക്കെ ടേൺ ചെയ്യുന്ന ലൈനാണ് ആ റെഡ് യെല്ലോ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഗ്രേ വയർ എന്ന് പറയുന്നത് ഇൻലെറ്റ് പമ്പിലേക്കുള്ളതും. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ മോട്ടറിലേക്ക് പോകുന്നതാണ്. പിന്നീടുള്ളത് ഒരു പച്ച വയർ കാണാൻ സാധിക്കും. അത് നമുക്കിപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രൈ മോട്ടറിൽ ഈ പച്ച ലൈൻ വേണ്ടതില്ല. ചില മോട്ടറുകൾക്ക് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് തൊട്ടിപ്പുറത്ത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ബ്രൗണും കാണാൻ സാധിക്കും. അത് ലൈൻ ഇൻപുട്ടാണ്. അതായത് ഫേസ് ന്യൂട്രൽ നമ്മൾ ബോർഡിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ലൈനാണ്. നമുക്കിനി അടുത്ത ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മെഷീനിലാണ് നമുക്കിത് ഇതിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ മെഷീനിനകത്തുണ്ടായിരുന്ന ഫേസ്, ന്യൂട്രൽ, കോമൺ ഇങ്ങനെ 3 വയറാണ് വരുന്നത്. അതിൽ ബ്രൗൺ വയർ ഫേസ് വരുന്ന വയറാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ന്യൂട്രലാണ്. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ നടുക്ക് ഒരു കോമൺ വയർ വരുന്നുണ്ട്. നമ്മുടെ എല്ലാത്തിലേക്കും പോകുന്ന മോട്ടറിലേക്ക് ന്യൂട്രൽ പോകുന്ന കോമൺ ആയിട്ടുള്ള വയറാണ്. നമ്മളത് സാധാരണ രീതിയിൽ ന്യൂട്രും അതുപോലെ തന്നെ കോമണും കൂടി റിലേ വഴി സ്വിച്ച് ചെയ്താണ് പോകുന്നത്. അത് PCBയിൽ റിലേ ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് അങ്ങനൊരു സംവിധാനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ന്യൂട്രും കോമണും കൂടി ഒരുമിച്ച് ജോയിൻ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ PCBയിലേക്ക് ന്യൂട്രൽ കിട്ടണമല്ലോ. അപ്പോൾ ആ PCBയിലേക്ക് കൂടി നമ്മൾ ആ ന്യൂട്രൽ കൊടുക്കുന്നതായിരിക്കും. നല്ലപോലെ വൃത്തിയായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഇതുപോലെ ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് വലിച്ചാൽ പൊട്ടാത്ത രീതിയിൽ നല്ല സ്ട്രോങ്ങിലായിരിക്കണം ജോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ന്യൂട്രൽ നമ്മുടെ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. അതിനു മുമ്പ് നമുക്കിനി ഫേസ് ലൈനും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഫേസും ന്യൂട്രും കൂടി നമുക്കിനി ബോർഡിലേക്ക് PCBയിലേക്ക് കണക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ PCBയിൽ നിന്ന് ഇതിൻ്റെ ഫേസ് വയർ കട്ട് ചെയ്യുകയാണ്. കമ്പി നമ്മൾ നല്ലപോലെ എടുത്തു. അതുപോലെ ന്യൂട്രും നമ്മൾ അതുപോലെ തന്നെ എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ബോർഡിലേക്ക് ആ ബ്രൗൺ വയർ തമ്മിൽ നമ്മളൊന്ന് കൊടുക്കുകയാണ്. ഫേസാണ്. ഫേസ് ലൈൻ നല്ലപോലെ പിരിച്ചു കൊടുക്കുക. PCBയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് ഈ വാഷിംഗ് മെഷീൻ്റെ സോക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത വയറെടുത്ത് നമ്മൾ നേരെ PCBയുടെ ഫേസ് വരുന്ന ലൈനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. നല്ലപോലെ ജോയിൻ്റ് ചെയ്യുക. നല്ല സ്ട്രോങ്ങിൽ ജോയിൻ്റ് ചെയ്യുക. ശേഷം നമുക്കതുപോലെ ന്യൂട്രും കോമണും തമ്മിൽ പിരിച്ച വയർ നേരെ PCBയുടെ ന്യൂട്രലിലേക്ക് കൊടുക്കുക. ഇപ്പോൾ വയർ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. വലിച്ചാലും പോകാത്ത രീതിയിലാണ് നമ്മളത് പിരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഊരി വരുള്ളൂ. ഇനി ശേഷം നല്ലപോലെ ഒന്ന് ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കുക. 2 വയറും അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ വയറെല്ലാം നല്ലപോലെ ജോയിൻ്റ് ചെയ്തു. നല്ല സ്ട്രോങ്ങിലാണ് ജോയിൻ്റ് ചെയ്തത്. ശേഷം നമുക്കിനി ഇതൊന്ന് ഇൻസുലേഷൻ ചെയ്യണം. ന്യൂട്രും കോമണും എല്ലാം കൂടിയാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തത്. അപ്പോൾ നല്ലപോലെ ഇൻസുലേഷൻ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഇൻലെറ്റ് വയർ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ മഞ്ഞ വയറും ഇൻലെറ്റിൻ്റെ വയർ തമ്മിൽ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കുവാണ്. അപ്പോൾ ഓക്കെ, ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞ വയർ തന്നെയാണ് ഇൻലെറ്റിൻ്റെ വയർ. അപ്പം ഇൻലെറ്റിൻ്റെ വയറും അതുപോലെ തന്നെ നമ്മുടെ PCBയിലെ വയറും തമ്മിൽ ഒന്ന് ജോയിൻ്റ് ചെയ്യുകയാണ്. ഗ്രേ വയറും അതുപോലെ തന്നെ യെല്ലോയും കൂടി, ഇൻലെറ്റിൽ നിന്ന് വരുന്ന യെല്ലോയും കൂടി നമ്മളിപ്പോൾ ജോയിൻ്റ് ചെയ്യുകയാണ്. നല്ല സ്ട്രോങ്ങിൽ ജോയിൻ്റ് ചെയ്ത് ഇൻസുലേഷൻ ചെയ്യുക.
ഇനി നമ്മൾ ഡ്രൈ മോട്ടറിലേക്കുള്ള വയർ കൊടുക്കുകയാണ്. ഈ മഞ്ഞ വയറാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള മഞ്ഞ വയറും അതുപോലെ തന്നെ PCBയിൽ നിന്നുള്ള ബ്ലാക്ക് വയറും കൂടി നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്യാണ്. കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് ഇതിൻ്റെ മോട്ടറിൻ്റെ ലൈനാണ്. ഈ കാണുന്ന റെഡ് യെല്ലോ, അതായത് റെഡ് M-, യെല്ലോ M+, എന്നിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ 2 വയർ എടുത്തിട്ട് മെഷീനിലേക്കുള്ള മോട്ടറിൻ്റെ ലൈനിലേക്ക് കൊടുക്കണം. ബോർഡിൽ നിന്നും നേരെ നമ്മുടെ മെഷീനിൽ നിന്ന് വരുന്ന വയർ ഏതാണെന്ന് നമ്മൾ നേരത്തെ തന്നെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 2 വയറാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ വയർ. റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യണമെങ്കിൽ ഈ 2 വയർ നമ്മൾ കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് പിരിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ മോട്ടറിൻ്റെ 2 വയറും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു, മഞ്ഞയും റെഡും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് പ്രഷർ സെൻസർ കണക്ട് ചെയ്യലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴയ സെൻസർ മാറ്റി ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയ സെൻസറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. PCBയുടെ കൂടെ കിട്ടിയ സെൻസർ. ഇതിൻ്റെ ഓസ് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സോക്കറ്റ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. സോക്കറ്റ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴയ സോക്കറ്റിൽ ക്ലാവോ തുരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനിവിടെ അത് ഫിക്സ് ചെയ്തു. ഇനി നമുക്കിവിടെ വയർ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്ന് പ്രഷർ സെൻസറിലേക്കുള്ള നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് സെൻസറിൽ നിന്ന് വരുന്ന വയർ നേരെ നമ്മുടെ PCBയിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിലേക്കുള്ള വയറാണ് ഈ കാണുന്ന റെഡും വൈറ്റും കൂടിയുള്ള വയർ. അതിലൊരു വയർ 3 വയറാണ് മുഴുവൻ വരുന്നതിൽ. അത് ഒരു വയർ റെഡും വൈറ്റും കൂടിയുള്ള വയറുണ്ട്. അത് നമ്മുടെ PCBയിലേക്കുള്ള നീലയും വൈറ്റും കൂടി കലർന്ന് വരുന്ന ഒരു വയറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നല്ലപോലെ അത് കട്ട് ചെയ്ത് നല്ലപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വയർ സെൻസറിൽ നിന്ന് വരുന്ന വൈറ്റ് വയർ അത് കട്ട് ചെയ്ത് അതുപോലെ തന്നെ വേറൊരു നീല വയറും നീലയും വെള്ളയും കൂടെ കലർന്നൊരു വയറുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ പ്രഷർ സെൻസറിൻ്റെ 2 വയർ നമ്മളിപ്പോൾ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി ഗ്രൗണ്ടാണ് സെൻസറിലേക്ക് പോകുന്നത്. അത് നടുക്കുന്നുള്ളൊരു ബ്ലാക്ക് വയറാണ് സെൻസറിൽ നിന്ന് വരുന്നത്. ആ വയർ PCBയുടെ നടുക്ക് ഭാഗത്ത് നിന്ന് തന്നെ ഒരു ബ്ലാക്ക് വയർ വരുന്നുണ്ട്, അതിലേക്ക് കൂടി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ള വയറും നീലയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി കണക്ട് ചെയ്യാനുള്ളത് ബ്ലാക്ക് വയറാണ്. ഇപ്പോൾ സെൻസറിൻ്റെ 2 വയർ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ബ്ലാക്ക് വയർ. ആ ബ്ലാക്ക് വയർ സെൻസറിൽ നിന്ന് വരുന്നത് ബ്ലാക്കാണ്, അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന നടുക്കത്തെ വയർ ബ്ലാക്കാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കൊടുക്കുകയാണ്. ഇനി നമ്മളടുത്ത് ഡോർ സ്വിച്ചിൻ്റെ വയറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് PCBയിൽ നിന്ന് 2 വെള്ള വയർ വരുന്നുണ്ട്. ആ വെള്ള വയറും അതുപോലെ തന്നെ അതിൽ വെള്ളയിൽ ഒരു വയർ നമ്മുടെ ഡോർ സ്വിച്ചിൽ നിന്ന് വരുന്ന ഓറഞ്ച് വയറിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഒരു ഗ്രീൻ വയറുണ്ട്, അടുത്ത ഗ്രീൻ വയറിലേക്ക് അടുത്ത വെള്ള വയർ കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വെള്ള വയർ എടുത്ത് ഓറഞ്ച് വയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇത് ഡോർ സ്വിച്ചിൽ നിന്ന് വരുന്ന വയറാണ്. അപ്പം നമ്മളിതിപ്പോൾ നല്ലപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ആദ്യം നമ്മൾ ഈ വയറിലേക്ക് ജോയിൻ്റ് ചെയ്ത് നല്ലപോലെ ഇൻസുലേഷൻ ചെയ്യുക. എല്ലാ വയറും നല്ലപോലെ ഇൻസുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കറണ്ട് അടിക്കാനോ ഷോർട്ട് ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡോർ സ്വിച്ചിൻ്റെ വെള്ള വയർ ഡോർ സ്വിച്ചിൽ നിന്ന് വരുന്ന പച്ച വയറിലേക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ PCBയിൽ നിന്ന് വരുന്ന 2 വെള്ള വയറുണ്ടായിരുന്നു, അതിലൊരെണ്ണം ഡോർ സ്വിച്ചിൽ നിന്ന് വരുന്ന ഓറഞ്ചിലേക്ക് കണക്ട് ചെയ്തു. പിന്നീട് വരുന്ന വെള്ള വയർ ഡോർ സ്വിച്ചിൽ നിന്ന് വരുന്ന ഗ്രീൻ വയറിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് ഡോർ സ്വിച്ച്, അതിൽ നിന്നൊരു ഓറഞ്ചും ഗ്രീനും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വയറും കൂടി നമ്മൾ ഇവിടെ ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഡോർ സ്വിച്ചിൻ്റെ വയർ 2 നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ഡോർ സ്വിച്ചിൻ്റെ വയറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എല്ലാം ജോയിൻ്റ് ചെയ്ത് ഇൻസുലേഷനൊക്കെ പക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോയിൻറ്റുകളെല്ലാം കഴിഞ്ഞു, വയറെല്ലാം എല്ലാത്തിലേക്കുമുള്ള കണക്ഷനൊക്കെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു വയർ ടൈ ഉപയോഗിച്ച് വയറ് നല്ലപോലെ ഒന്ന് ടൈ അടിക്കാം. അപ്പോൾ വയർ ടൈ ഉപയോഗിച്ച് നമ്മളിത് നല്ലപോലെ കെട്ടി നിർത്തിയില്ലെങ്കിൽ ഒരു വയറൊക്കെ അലുക്കുലുത്തായി കിടന്നൊരു വൃത്തികേട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് അത് വയർ ടൈ ചെയ്യുക. എന്നിട്ട് ബോർഡ് സ്ക്രൂ ചെയ്ത് വെക്കുക. ഡ്രൈവ് ഇനി PCB നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് PCB ഇവിടെ നല്ലപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം. PCB സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ ഡിസ്പ്ലേ സൈഡാണ് നമുക്ക് ഫ്രണ്ടിൽ വെക്കേണ്ടത്, ഫ്രണ്ട് പാനലായിട്ട്. അതിനായിട്ട് ഇവിടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതൊന്ന് പൊട്ടിച്ച് വെച്ചതിന് ശേഷം നടുക്കൂടെ ഒരു ഹോൾട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് ഇറക്കി അതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റിക്കറിന് നടുക്ക് ചെറിയൊരു ഹോളിട്ടിട്ട് ഇതിൽ വരുന്ന വയർ അതിലൂടെ ഇറക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ PCBയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. ഇപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇത് വാഷ് ഫങ്ഷനിലായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്കാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു 10-20 മിനിറ്റിനുള്ളിൽ ഇത് മുഴുവൻ അലക്കി തീരുന്നതാണ്. അടുത്ത റിൻസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്.
ഇപ്പം അങ്ങനെ ഇത് സ്പിന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡോറ് തുറന്നുകൊണ്ട് DE എറർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്താലേ ഇനി സ്പിന്ന് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എറർ മാറി. ഇനിയിപ്പം സ്പിന്ന് നടക്കുന്നതാണ്.